ഉത്തരകാശിയെ പ്രളയം വിഴുങ്ങുന്നു. തുടരെ മേഘവിസ്ഫോടനങ്ങൾ. രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്നു. കൂടുതൽ സൈന്യത്തെ മേഖലയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഹെലികോപ്റ്ററുകൾക്ക് ഇവിടെ ഇറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം. കൂറ്റൻ മലകൾ വരെ ഇടിഞ്ഞു വീഴുന്നു. മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും കെട്ടിടങ്ങളെ തകർത്തെറിയുന്നു. പ്രദേശമാകെ വളഞ്ഞ് ITBPയും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. സൈനിക വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥിതി രക്ഷാപ്രവർത്തകരെ വലയ്ക്കുന്നു. മരണസംഖ്യ ഉയരുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. പലയിടത്തായി മനുഷ്യർ കുടുങ്ങിക്കിടക്കുകയാണ്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും ചെളിക്കൂനയിലും മനുഷ്യർ അകപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവരെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. എന്നാൽ വലിയ ചെളിക്കൂനയാണ് രൂപം കൊണ്ടിരിക്കുന്നത്. വലിയ പാറക്കല്ലുകളും മരക്കമ്പുകളും അതുപോലെ തന്നെ തടികളും ഒക്കെ കെട്ടിടാവശിഷ്ടങ്ങളും എല്ലാം ചേർന്ന് കിടക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. 50-ലധികം പേരെ കാണാതായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ദരാലിയിലെ വൻ മേഘവിസ്ഫോടനത്തിനും മിന്നൽ പ്രളയത്തിനും പിന്നാലെ സമീപത്ത് മറ്റൊരു മേഘവിസ്ഫോടനം കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉത്തരകാശിയിലെ സുഖി ടോപ്പിൽ സൈനിക ക്യാമ്പിന് സമീപമാണ് വീണ്ടും മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. രക്ഷാപ്രവർത്തക സംഘങ്ങളെല്ലാം ദരാലിയിലെ വൻ മേഘവിസ്ഫോടനം നടന്ന സ്ഥലത്താണെന്നതിനാൽ പുതിയ സംഭവം കൂടുതൽ ആശങ്കകൾക്ക് വഴിവെക്കുന്നു. ഉത്തരകാശി ജില്ലയിലെ ദരാലി ഗ്രാമത്തിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:45ഓടെയാണ് മിന്നൽ പ്രളയവും മേഘവിസ്ഫോടനവും ഉണ്ടാകുന്നത്. ഹർസിൽ മേഖലയിലെ ഖീർ ഗംഗ നദിയുടെ വൃഷ്ടി പ്രദേശത്ത് ചൊവ്വാഴ്ചയുണ്ടായ മേഘവിസ്ഫോടനമാണ് ദുരന്തത്തിന്റെ തുടക്കം. വലിയ തോതിലുള്ള സ്വത്ത് നാശവും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പർവ്വത ശിഖരത്തിൽ നിന്ന് മണ്ണും വെള്ളവും കുത്തിയൊലിച്ചെത്തി ദരാലി ഗ്രാമത്തെ വിഴുങ്ങുകയായിരുന്നു. സംഭവത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഓടി രക്ഷപ്പെടാൻ പോലും സാധിക്കാത്ത വിധം സെക്കൻഡുകൾ കൊണ്ട് ഒട്ടേറെ വീടുകളും ഹോട്ടലുകളും ഹോം സ്റ്റേകളും കുത്തൊഴുക്കിൽ ഒലിച്ചുപോയി. ഇതിനിടയിൽ നിരവധി മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവരെ രക്ഷപ്പെടുത്തണമെന്നുള്ള ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മണ്ണും കെട്ടിടാവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടി കിടക്കുന്നതിനാൽ ഇതിനിടയിൽ നിന്ന് മനുഷ്യരെ കണ്ടെത്തുക അസാധ്യമാണ്. മരണസംഖ്യ ഉയരുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നതും ഈ ഒരു സ്ഥിതി നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഇന്ത്യൻ സൈന്യം, സംസ്ഥാന ദുരന്ത നിവാരണ സേന, ദേശീയ ദുരന്ത നിവാരണ സേന, പോലീസ് തുടങ്ങിയ സംഘങ്ങളാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹർഷിലിലെ കരസേനയുടെ ക്യാമ്പിലേക്ക് ഇവിടെ നിന്നും കുറഞ്ഞത് 4 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. അതിനാൽ തന്നെ മണ്ണിടിച്ചിലുണ്ടായ ഉടനെ സൈന്യത്തിന്റെ 150 പേരടങ്ങുന്ന സംഘം 10 മിനിറ്റിനുള്ളിൽ സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിരുന്നു. തോരാതെ പെയ്യുന്ന മഴ പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട്. പ്രദേശത്തെ സാഹചര്യം അതീവ ഗുരുതരമാണെന്നാണ് സൈന്യം വെളിപ്പെടുത്തുന്നത്. സംഭവം അതീവ വേദനാജനകമാണെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പ്രതികരിച്ചു. കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും സംസ്ഥാന സർക്കാരും ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ആരംഭിച്ചിട്ടുണ്ട്. സഹായം തേടുന്നവർ 222722 9456556431 എന്നീ നമ്പറുകളിൽ വിളിക്കണമെന്ന് ഉത്തരകാശി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഹരിദ്വാറിലെ ജില്ലാ അടിയന്തര ഓപ്പറേഷൻ സെന്റർ ദുരന്ത ബാധിതർക്കായി 01374222 അല്ലെങ്കിൽ 7310913129 അല്ലെങ്കിൽ മറ്റൊരു നമ്പർ 7500737269 എന്നീ നമ്പറുകളിൽ വിളിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. മേഖലയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തുകയാണ് അധികൃതർ. രണ്ടാമത്തെ മേഘവിസ്ഫോടനം മൂലമുണ്ടായ നാശനഷ്ടങ്ങളും വിലയിരുത്തുന്നുണ്ട്. SDRF, സൈനിക യൂണിറ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള അടിയന്തര സംഘങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മേഖലയിൽ അതിശക്തമായ മഴ തുടരുന്നതിനാൽ താമസക്കാർ വീടുകളിൽ തന്നെ കഴിയണമെന്നും അപകട സാധ്യതാ മേഖലകൾ ഒഴിവാക്കണമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് കൊടുത്തു. കുത്തി ഒലിച്ചു വന്ന ജലപ്രവാഹത്തിൽ ഞൊടിയിടയ്ക്കുള്ളിലാണ് അവിടമാകെ ഒലിച്ചുപോയത്. ഗംഗോത്രി തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള വഴിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് ഇത്. കണ്ണടച്ചു തുറക്കുന്ന നേരത്തിനുള്ളിൽ ഒരു പ്രദേശം ഒന്നാകെ ഒലിച്ചു പോകുന്നു. ബഹുനില മന്ദിരങ്ങളും ഹോട്ടലുകളും സ്ഫോടനത്തിൽ തകരുന്നതുപോലെ നിലം പതിക്കുന്നു. ഒലിച്ചെത്തിയ മണ്ണും വെള്ളവും ചേർന്ന് തകർത്തെറിഞ്ഞത് 25-ലേറെ കെട്ടിടങ്ങളെയാണ്. നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിന്ന ആ പ്രദേശമാകെ ഇപ്പോൾ മണ്ണും ചെളിക്കൂനയുമായി മാറിയിരിക്കുകയാണ്. ദുരന്തത്തിൽപ്പെട്ടവർ എത്രയെന്നോ ആരെല്ലാമെന്നോ എവിടെ നിന്ന് വന്നവരെന്നോ ഒരു അറിവുമില്ല. 10-20 അടി മണ്ണ് മൂടിയ നിലയിലാണ് പ്രദേശം ഇപ്പോഴുള്ളത്.
വലിയ ശബ്ദം കേട്ട് സ്ഥലത്തുണ്ടായിരുന്ന പലരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോകളിൽ അവർ നിലവിളിക്കുന്നതും ഓടുന്നതും ഒക്കെ വ്യക്തമായി കാണാം. ചിലർ വാഹനങ്ങളുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പക്ഷേ ഒന്നിനും കഴിഞ്ഞില്ല. അതിനും മുന്നേ മനുഷ്യരും വാഹനങ്ങളും മൃഗങ്ങളും കെട്ടിടങ്ങൾക്കൊപ്പം മണ്ണ് മൂടിപ്പോകുകയായിരുന്നു. ദുരന്തത്തിന് പിന്നാലെ ഗംഗോത്രി ധാമിലേക്ക് റോഡ് മാർഗം എത്തിച്ചേരാൻ യാതൊരു വഴിയുമില്ലാതായി മാറിയിരിക്കുകയാണ്. വീണ്ടും മേഘവിസ്ഫോടനമുണ്ടായ സുഖി എന്ന സ്ഥലത്ത് അധിക ജനവാസം ഇല്ലാത്തതിനാൽ വലിയ ആളപായമോ നാശനഷ്ടമോ സംഭവിച്ചിട്ടുണ്ടാകില്ല എന്നാണ് അധികൃതർ പറയുന്നത്. ഇവിടം കൂടുതലും വനമേഖലയാണ്. മലമുകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കല്ലും മണ്ണും നദിയിൽ വന്ന് പതിക്കുകയായിരുന്നു. എന്നാൽ ഇതോടെ നദിയിൽ ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പരിസര പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് അധികൃതർ മുൻകരുതൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹിമാലയൻ പർവ്വതനിരകളുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ് പ്രകൃതി ഭംഗിക്ക് പേരുകേട്ട ഒരിടമാണ്. എന്നാൽ മൺസൂൺ കാലം എത്തുന്നതോടെ ഈ സൗന്ദര്യത്തിന് ഭീകരമായ ഒരു മുഖമാണ് ഉണ്ടാകുന്നത്. അത് മറ്റൊന്നുമല്ല, മൺസൂൺ കാലത്ത് പതിവായി ഉണ്ടാകുന്ന മേഘവിസ്ഫോടനം വലിയ ദുരന്തങ്ങളാണ് ഇപ്പോൾ അടുത്ത കാലത്തായി ഉത്തരാഖണ്ഡിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. മേഘവിസ്ഫോടനങ്ങൾ ഉത്തരാഖണ്ഡിന്റെ ഭൂമിശാസ്ത്രത്തെയും ജനജീവിതത്തെയും സാരമായി ബാധിക്കുകയാണ്. ഇത്തരം ദുരന്തങ്ങൾ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്.